1947 ഓഗസ്റ്റ് 14 ഉച്ചയ്ക്ക് കറാച്ചിയിൽ വച്ച് മൗണ്ട് ബാറ്റൻ പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. നൂറ്റാണ്ടുകളോളം ഒന്നിച്ചു നിന്ന ഒരു ജനത രണ്ട് രാജ്യങ്ങളായി ഔദ്യോഗികമായി പിരിഞ്ഞത് ഇതേ ദിവസമാണ്. അതേസമയം ഡൽഹിയിൽ ആഹ്ലാദവും ആശങ്കയും നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു. ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ അതിർത്തി കടന്നെത്തുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും നേതാക്കളും അവസാനവട്ട തയ്യാറെടുപ്പുകളിൽ മുഴുകിയിരിക്കുന്നു. അധികാര കൈമാറ്റം നടക്കുമ്പോൾ അതിനെ അടയാളപ്പെടുത്താൻ എന്ത് പരമ്പരാഗത ചടങ്ങാണ് നടത്തേണ്ടതെന്ന് മൗണ്ട് ബാറ്റൻ പ്രഭു നെഹ്റുവിനോട് ചോദിച്ചു. നെഹ്റു ഇത് അവസാന ഗവർണർ ജനറലായ സി രാജഗോപാലാചാരിയോട് ചർച്ച ചെയ്തു. തമിഴ്നാട്ടിലെ ചോഴ രാജാക്കന്മാരുടെ കാലത്ത് ഒരു രാജാവിൽ നിന്ന് അടുത്ത രാജാവിലേക്ക് അധികാരം കൈമാറുമ്പോൾ രാജഗുരുമാർ ചെങ്കോൽ കൈമാറുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഈ തമിഴ് പാരമ്പര്യം പിന്തുടരാൻ രാജാജി നിർദ്ദേശിച്ചു. അധികാരം തിരികെ വാങ്ങുന്നതിന്റെ പ്രതീകമായി ആദ്യം ഇത് മൗണ്ട് ബാറ്റൻ പ്രഭുവിന് നൽകി വിശദീകരിച്ചു. തുടർന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ വസതിയിൽ വച്ച് രാത്രി 10 മണിയോടെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെങ്കോൽ നെഹ്റു ഏറ്റുവാങ്ങി. അധികാര കൈമാറ്റത്തിന്റെ ഒരു പ്രതീകമായിരുന്നു ആ നിമിഷം. തുടർന്ന് രാത്രി 11:55 ഭരണഘടനാ അസംബ്ലി സമ്മേളിച്ചു. നെഹ്റുവിന്റെ പ്രശസ്തമായ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി പ്രസംഗം മുഴങ്ങിക്കേട്ടത് ഈ രാത്രിയിലാണ്. വേദനയും കണ്ണീരും നിറഞ്ഞ ആഗസ്റ്റ് 14 ആ അവസാന നിമിഷങ്ങൾ. അങ്ങനെ നൂറ്റാണ്ടുകൾ നീണ്ട അധിനിവേശത്തിന് അവിടെ വിരാമമായി. നൂറ്റാണ്ടുകളുടെ അടിമച്ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ത്യാഗത്തിലും ചോരയിലും പടുത്തുയർത്തിയ ആ സ്വാതന്ത്ര്യത്തിന്റെ പുതിയ പ്രഭാതത്തിലേക്ക് ഭാരതം ഉണരുകയായിരുന്നു.